Oh, Sharanji, how come you are here? I came to meet you, man. I need some stuff. Don't worry, I will give you. ഞാൻ ചില പുതിയ ആളുകളെ പരിചയപ്പെടുത്താം. Come on. Friends, this is Miss Sharin, daughter of Wilson Morais. Hello, how do you do? I'm fine. Please sit down. Thank you. Mr. Hemant, let us start our deal. This is original stuff. It values 4 crores of rupees in the international market. ഗൗതത്തിന് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. Check post 3, 7th sector, Upper Sikkim. Harbatan, permanent base Gangtok. Sharin, ഹേമന്തിന്റെ മാഫിയ കണക്ഷൻസിന്റെ വേരുകൾ മുഴുവൻ ഈ മാപ്പിലുണ്ട്. You've done a great job. എന്റെ മുന്നിൽ വെച്ചൊരു ഡീൽ. ബാഗിൽ ഒളിച്ചു വെച്ചിരുന്ന ക്യാമറയുടെ കണ്ണുകൾ അത് കണ്ടു. റിസ്കിനെ കുറിച്ച് ഒന്നും ആലോചിച്ചില്ല. മനസ്സ് മുഴുവൻ ഗൗതമായിരുന്നു. നീ ചെയ്തതിന്റെ മഹത്വം നിനക്കറിയില്ല. ഇളക്കിയ അസ്ഥിവാരത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതുമൂലം എന്റെ മരണ സർട്ടിഫിക്കറ്റിൽ ഒരുപക്ഷെ ഞാൻ തന്നെ ഒപ്പുവെച്ചതാകാം. ഇല്ല, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് അവന്റെ അസ്ഥിവാരം ഞാൻ തോണ്ടിയിരിക്കും. ഇവൾ നമ്മളെ ചതിച്ചു. നമ്മുടെ എല്ലാ രഹസ്യരേഖകളും ഗൗതത്തിന് കൈമാറുന്നത് ഞാൻ കണ്ടു. പത്തി വിടർത്തി മുന്നിൽ നിന്ന് ആടിക്കുഴഞ്ഞത് എന്റെ തലയെടുക്കാനായിരുന്നു അല്ലേ? തെരുവ് പട്ടിയെ പോലെ നിന്നെ കടിച്ചു കീറാൻ ഇവർക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കും. പറയടി, എന്തിനു ഞങ്ങൾ ഒറ്റുകൊടുത്തു? നിന്നെ നശിപ്പിക്കാൻ ഒരുപാട് ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമകളാക്കി നീ തകർത്തു. ഇനി ആരും നിന്റെ കുരുക്കിൽ വീഴരുത്. നീ കയറ് കുരുക്കിയത് നിന്റെ തന്ത വിൽസൺ മൊറൈസിന്റെ കഴുത്തിലാടി. എങ്കിലും എനിക്ക് കുറ്റബോധം ഇല്ല. എന്താടി നീ പറഞ്ഞത്? വിൽസൺ മൊറൈസ്, എന്റെ ഉച്ചുറപ്പിച്ച നിങ്ങൾക്ക് എന്റെ ഗുരുദക്ഷിണ, നന്ദി കെട്ട മകളുടെ ജീവൻ. എന്താ? എനിക്കൊരാളെ കൊല്ലേണ്ടി വന്നു. അതാദ്യമല്ലല്ലോ. വലിച്ചു വല്ല കൊക്കലോ റെയിൽപാടത്തിലോ തള്ള തെളിവുകളൊന്നും വെച്ചേക്കരുത്. ഇതെനിക്ക് നിങ്ങളോട് ചോദിച്ചേ ചെയ്യാൻ പറ്റൂ. അതെന്താ പുതിയൊരു പതിവ്? അത് നിങ്ങളുടെ മകളായതുകൊണ്ട്. നിങ്ങളുടെ ചോര തന്നെ നിങ്ങളെ ഒറ്റിക്കൊടുത്തു.
നമ്മുടെ സീക്രട്ട് ബിസിനസിന്റെ മുഴുവൻ രഹസ്യങ്ങളും നിങ്ങളുടെ മകൾ ചോർത്തിക്കൊടുത്തു. ആർക്ക്? ഗൗതത്തിന്. നോ നോ, ഞാനത് വിശ്വസിക്കില്ല. അവനോട് ഷെറിന് പ്രണയമായിരുന്നു. അവൻ അവളെ ശരിക്കും ഉപയോഗിച്ചു. അവൾ നമ്മുടെ അടിത്തറ തോണ്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി. അതിന് നീ അവളെ കൊന്നു. ചോറ് തന്ന കൈക്ക് തന്നെ നീ കടിച്ചല്ലോടോ തെണ്ടി. എന്നെ കൊന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ശത്രു മൂക്കിന്റെ തുമ്പത്താണ്. എന്നെ കൊന്നിട്ട് അവന്റെ കൈകൊണ്ട് നിങ്ങളും ചാകണോ, അതോ ഒരിക്കൽ കൂടി ഒരുമിച്ച് പൊരുതി ജയിക്കണോ? എന്നോട് കണക്ക് തീർക്കാൻ ഇനിയും സമയമുണ്ട്. രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. ഈ കൊലച്ചതി ദൈവം പോലും പൊറുക്കില്ല മുതലാളി. ചുട്ടു തള്ളവനെ. മുതലാളിക്ക് വേണ്ടി കുറ്റം ഞാൻ സമ്മതിക്കാം. നാവടക്കടോ, എന്റെ മോളെ ആരും കൊന്നതല്ല. അവൾ ആത്മഹത്യ ചെയ്തതാ. അല്ല, നിങ്ങൾ അവളെ കൊന്നു. മറിയം, നിങ്ങളുടെ നാവ് കൊണ്ട് എന്നെ പേര് ചൊല്ലി വിളിക്കരുത്. 30 കൊല്ലം നിങ്ങളുടെ അഴുക്ക് ചുമന്ന എന്നെ കൂടി കൊല്ലാൻ വേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല. വെട്ടിപ്പിടിക്കാനുള്ള വാശിയിൽ സ്വന്തം ചോരയോട് പോലും കൂറ് കാണിക്കാത്ത നിങ്ങളൊരു മൃഗമാണ്. എന്നോട് വാക്കുകൾ തുപ്പുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലങ്കത്തി ചാമ്പലാവുമ്പോ ഞാൻ വളർത്തിയ പൂച്ചക്കുട്ടിക്ക് വേണ്ടി കരയാൻ എനിക്ക് സമയമില്ല. സ്വന്തം തന്തയുടെ അസ്ഥിവാരം തോണ്ടിയ നിന്റെ പെങ്ങക്ക് ഒരു റീത്ത് കൊണ്ട് വെച്ചിട്ട് വാടാ. നിങ്ങളാണല്ലോ എന്റെ തന്ത എന്ന് ഓർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ മനസ്സിൽ കൊന്നു. ഇനി എന്റെ നാവ് ചിലയ്ക്കും നിങ്ങളുടെ നാശത്തിന് വേണ്ടി. അതിനു മുമ്പ് നിന്റെ നാവ് ഞാനെടുക്കും. ഇതെന്താണ്? സാർ ഇതൊന്ന് തുറന്നു നോക്കണം. ടെക്സ്റ്റൈൽ ബിസിനസിന്റെ മറവിൽ മൊറൈസും ഹേമന്തും പടുത്തുയർത്തിയ അധോലോക സാമ്രാജ്യത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ ബാഗിലുണ്ട്. അവരുടെ കള്ളപ്പണത്തിന്റെ കോട്ടകൾ കണ്ട് ഇട്ടിരിക്കുന്ന കാക്കയുടെ കണ്ണ് മഞ്ഞളിച്ചില്ലെങ്കിൽ സാറിന് ഇത് ഉപയോഗിക്കാം. ഇതൊക്കെ തന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് സാറിന് അറിയേണ്ട കാര്യമില്ല. ശരിയാണ്. അത് പറഞ്ഞാൽ നിനക്ക് രഹസ്യങ്ങൾ ചോർത്തി തന്ന അവളുടെ ഉയിര് പറിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്ക് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഷെറിനെ നീ കൊന്നു. നോ, ഞാൻ എന്തിനാ അവളെ കൊല്ലണം? അവൾക്ക് നിന്നോട് പ്രണയമായിരുന്നു. ആ ദൗർബല്യം നീ മുതലെടുത്തു. മൊറൈസിനോടുള്ള പ്രതികാരം തീർക്കാൻ മകളെ ഉപയോഗിച്ച് അച്ഛന്റെ രഹസ്യങ്ങൾ നീ ചോർത്തിയെടുത്തു. താൻ കുടുക്കിയത് സ്വന്തം അച്ഛനെയാണെന്നറിഞ്ഞപ്പോൾ അവൾ നിന്നോട് പൊട്ടിത്തെറിച്ചു. അവളുടെ തലയെടുത്തില്ലെങ്കിൽ നിന്റെ തല പോകുമെന്ന് ബോധ്യമായപ്പോൾ നിനക്ക് അവളെ കൊല്ലേണ്ടി വന്നു. കൊള്ളാം. നിങ്ങളെപ്പോലൊരു ക്രിമിനലിന് ചേർന്നതല്ല ഈ യൂണിഫോം. നീ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ചോരയുടെ മണം നിന്റെ തന്തയ്ക്ക് മേറെ ഇഷ്ടമായിരുന്നല്ലോ. വിൽസൺ മൊറൈസിനോട് എന്റെ തല കൊയ്യാനുള്ള അച്ചാരം വാങ്ങിയ തെണ്ടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. You son of a bloody crook! ഇനി നിന്റെ തലയിലെടുത്ത് ഞാൻ തീരുമാനിക്കും. തൂക്കി തകർത്തോ. ഞാൻ എന്റെ കാക്കിക്കുപ്പായത്തിന് വില കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴങ്ങോട്ട് വരേണ്ടതാണ്. വിഷ്ണു, മനസ്സിലായില്ല? നിങ്ങൾ കളിക്കുന്ന കള്ളക്കളിയുടെ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളെ വിടുന്നു. കാരണം എന്റെ അച്ഛനെ കൊന്നവന്റെ മകനെ ചൂണ്ടിക്കാണിച്ചതിന്റെ നന്ദി. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത. നിങ്ങളുടെ ശത്രുവിനെ ഞാൻ അകത്താക്കി. ഷെറിനെ കൊന്നതിന്. അവളെ കൊന്നത് അവനല്ലെന്ന് എനിക്കറിയാം. കുടിപ്പകയുടെ കണക്ക് തീർക്കാൻ കിട്ടിയ ഒരു അവസരം മുതലെടുക്കുന്ന ഒരു പന്ന പോലീസുകാരനായി ഞാൻ മാറിയെന്ന് മാത്രം. മോനെ, ഈ കടപ്പാട് തീർത്താ തീരില്ല. കടപ്പാടിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾക്കെതിരെയുള്ള ഈ തെളിവുകൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്ന് കാണണം. ഗസ്റ്റ് ഹൗസിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും.
ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. ഇനി നമുക്ക് ഭയപ്പെടാനില്ല. അവനെ ASP ഒതുക്കും. കൈ നനയാതെ മീൻ പിടിച്ചു. ചൂണ്ട ഇപ്പോൾ ASPയുടെ കയ്യിലാണ്. എന്നെങ്കിലും അതിന്റെ തുമ്പത്ത് അവന് ഇരകുരുത്താൽ നമ്മൾ കുടുങ്ങും. ഓ, ഞാനത് ഓർത്തില്ല. വഴി ഒന്നേ ഉള്ളൂ. ഗസ്റ്റ് ഹൗസിൽ എന്നെ കാണാൻ അവൻ വരും. അവന് നമുക്ക് ഒരു അത്താഴമൊരുക്കാം. മിസ്റ്റർ മൊറൈസ് എവിടെ? ദാ അവിടെ. രക്ഷപ്പെടാനുള്ള വെമ്പലിൽ വിലപ്പെട്ട തെളിവുകൾ ഞാൻ നഷ്ടപ്പെടുത്തി. മൊറൈസ് എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. എന്റെ ഡാഡി മറ്റുള്ളവരുടെ കണക്കൂട്ടലുകളൊന്നും തെറ്റിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഗൗതം എന്ത് തെറ്റ് ചെയ്തു? അച്ഛനെ കൊന്നവന്റെ മകനെ കയ്യിൽ കിട്ടിയപ്പോൾ കാക്കിക്കുള്ളിലെ മരവിച്ച ഹൃദയം ഒന്ന് കത്തി. ഒരു വലിയ ശരിയുടെ മേൽ ഡാഡി വിതച്ച ഇരുട്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അന്ധമായി പോയി. മനസ്സിലായില്ല. പണ്ടെങ്ങോ ആടി വിജയിച്ചൊരു നാടകം ഡാഡി ഇന്ന് വീണ്ടും സമർത്ഥമായി ആടുകയായിരുന്നു. ഒരിക്കൽ ചെറുപ്പക്കാരനായ ഒരു പോലീസ് ഓഫീസർ കയ്യിലൊരു വിലങ്ങുമായി എന്റെ ഡാഡിയുടെ മുന്നിലേക്ക് ധൈര്യത്തോടെ കടന്നു വന്നു. ഇൻസ്പെക്ടർ ജയമണി, സാറിന്റെ അച്ഛൻ. എന്റെ കണ്ണുകൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ പിന്തുടരുകയായിരുന്നു. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. റെയിൽപാളത്തിൽ മരിച്ചു കിടന്ന പെൺകുട്ടി നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് എനിക്കറിയാം. അത് തുറന്നു പറഞ്ഞ വിശ്വനാഥന്റെ ഭാര്യയെയും മകളെയും വ്യഭിചാരികളാക്കി മുദ്രകുത്തി നിങ്ങൾ എന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ 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 ഓക്കെ, അതിരിക്കട്ടെ. ഇനി എന്നെ കുറിച്ച് എന്തൊക്കെ അറിയാം? ലോകമറിയാത്ത മറ്റൊരു രഹസ്യം. ഇവിടുത്തെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ സാമ്രാജ്യം നിയന്ത്രിക്കുന്നത് നിങ്ങളാണ് മിസ്റ്റർ മൊറൈസ്. നിങ്ങളൊരു ക്രൂരനായ ക്രിമിനലാണ്. ഈ കാക്കി യൂണിഫോം എന്റെ ദേഹത്തുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പോ മൊറൈസിനെ നിങ്ങൾ കൊടുക്കും. ഒരു കൊലക്കയർ എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ താമസിക്കണ്ട, ആ വിലങ്ങിങ്ങെടുത്തോ.
കുഴി വെട്ടും മുമ്പ് കുളിപ്പിക്കുമ്പോ ഈ ദേഹത്ത് ഈ കാക്കി ഉണ്ടാവില്ല. ഞാൻ ആദ്യമായി കണ്ട ചോരയുടെ ഭീകര ദൃശ്യം. അന്ന് ഞാൻ എന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. പിന്നെ ഒത്തിരി വട്ടം എന്റെ ഡാഡിയുടെ കൈകൾ ചോരയിൽ മുങ്ങി കുളിച്ചിട്ടും എന്റെ കണ്ണുകൾ ഞാൻ തുറന്നില്ല. പക്ഷേ നിരപരാധിയായ ഗൗതത്തിന് വേണ്ടി ഇനി എനിക്ക് തുറക്കാതിരിക്കാൻ വയ്യ. ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയും പേറി ജയിലിൽ കിടന്ന് ഹൃദയം പൊട്ടി മരിച്ച ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ ഗതി ഗൗതത്തിന് ഞാൻ കൊടുക്കില്ല. എന്റെ യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വന്നാലും. ASP ജെറി രക്ഷപ്പെടുത്തി. പക്ഷെ ഡോക്യുമെന്റ്സിന്റെ ബാഗ് നമ്മുടെ ആൾക്കാർ തിരിച്ചു പിടിച്ചു. ഇനി ഒന്നും പേടിക്കാനില്ല. പേടിക്കണം. അവന്മാർ രണ്ടും ഒന്നാവും. കൂടെ എന്റെ ചോരയിൽ കുരുത്തതാണോ എന്ന് ഞാൻ സംശയിക്കുന്ന എന്റെ മകനും ഉണ്ടാവും. നമുക്ക് തൽക്കാലം ഇവിടം വിട്ടൊന്ന് മാറിയാലോ? ഒന്നും കൊലവിളിച്ചും ഞാൻ നേടിയതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പേ പിടിച്ച പട്ടിയെപ്പോലെ ഒളിച്ചോടാൻ മൊറൈസിന് മനസ്സിലടാ. 2-3 തല കൂടി ഇവിടെ കിടന്നുരുളണം. എന്നാലേ നമ്മുടെ ആരൂടെ ഒന്ന് ഉറയ്ക്കൂ. ആദ്യം വെട്ടേണ്ട പടുമുളം മുന്ന കൊണ്ടുവാടാവനെ. പ്രിയദർശിനി ദി ഗ്രേറ്റ്, യങ് ജനറേഷന്റെ ഫാഷൻ ക്യൂൻ. വെൽക്കം വെൽക്കം തമ്പുരാട്ടി. ഈ ഏഴയുടെ പടി ചവിട്ടാൻ സന്മനസ് കാണിച്ചതിൽ അടിയന് സന്തോഷമുണ്ട്. ഒരിക്കൽ പോലും നിങ്ങളെ കാണരുതെന്ന് കരുതിയവളാണ് ഞാൻ. പക്ഷേ ഇന്ന് എനിക്ക് വരേണ്ടി വന്നു. ഓഹോ, പക്ഷെ ഒരിക്കലെങ്കിലും നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സിംഹത്തിന്റെ മടയിലേക്ക് കടന്നു വരാനുള്ള നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കമോൺ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ഗൗതത്തിന് പകരം നിങ്ങൾക്ക് എന്ത് വേണം? പ്രിയദർശിനി മിൽസിനെ പറ്റി ഞാൻ കണ്ട സ്വപ്നങ്ങൾ, എന്റെ ടെക്സ്റ്റൈൽ സാമ്രാജ്യം വേണ്ട. എന്റെയും എന്റെ ഡാഡിയുടെയും സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ കാൽക്കീഴിൽ അടിയറ വെക്കാം. പകരം എനിക്ക് ഒന്ന് മാത്രം മതി. ഗൗതം, എനിക്ക് എന്റെ ഗൗതത്തെ തരൂ. ഒരിക്കൽ എന്റെ തലയെടുക്കാൻ അവതരിച്ച ദേവത ഈ ഒരു കൊച്ചു കാര്യം ഇങ്ങനെ മുട്ടുകുത്തി യാചിക്കുമ്പോ ഞാൻ അവനോടങ്ങ് പുറത്തേക്കാം. ഒരു മേശയ്ക്കപ്പുറം ഇപ്പുറം ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കേ? ഓക്കെ. ഗൗതം, മാപ്പ്. ഞാൻ തെറ്റിദ്ധരിച്ചു. മൊറൈസിനെ ഞാൻ നിയമത്തിന്റെ ഒരിക്കലും ഊരാനാവാത്ത കുരുക്കിൽ കൊടുക്കും. അവരെ ഞാൻ വിടില്ല. ഇനി ഗൗതത്തോടൊപ്പം ഞാനുമുണ്ട്. മൊറൈസിന്റെ കത്തിക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഇട്ടിരുന്ന യൂണിഫോമിന്റെ മാന്യത കാത്ത ഇൻസ്പെക്ടർ ജയമണിയുടെ അന്തസ് മകനിൽ ഞാൻ കണ്ടില്ല. ഗൗതം, വിഷ്ണു എല്ലാം മനസ്സിലാക്കാൻ വൈകിപ്പോയി. സോറി. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി. ഈ ഒറ്റക്കയ്യൻ മുന്നേ കെട്ടിക്കൊണ്ടുവരാൻ നിന്റെ ഈ തെണ്ടിക്ക് 2 കൈകൾ പോരടാ. കാത്തിരിക്കുകയായിരുന്നു ഞാൻ കാരണത്തിന്. എവിടാ ഗൗതം?
നിന്റെ കഴുത്ത് വെട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. അന്ന് നിന്റെ ഒരു ചിറക് വെട്ടാനേ എന്നെ കൊണ്ട് കഴിഞ്ഞു. ഒറ്റ ചിറകുമായി നീ പറന്നു കിടക്കുന്നത് കാണാൻ രസമായിരുന്നത് കൊണ്ട് ഞാൻ വിട്ടു. ഇനി അബദ്ധം മൊറൈസിന് പറ്റില്ലടോ. എന്നെ കാക്കണ്ട മോനെ. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത്. എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. ചെല്ലു മോനെ, ചെല്ല് ചെല്ല്. ബാബയെ നോക്കിക്കോളൂ. ബാബാ, ബാബാ. അരുത്, നിന്റെ കയ്യിൽ ചോര പുരട്ടരുത്. എന്റെ പെങ്ങളെ കൊന്ന ഇവന് ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ഇവനെ കൊന്നാൽ പെങ്ങളെ സ്നേഹിച്ച ഒരു ആങ്ങളുടെ പ്രതികാരം മാത്രമേ ആകൂ. ഇവനെ എനിക്ക് വിട്ടുതരൂ. കൊന്ന് മാപ്പ് കൊടുക്കാനാകുന്നല്ല ഈ സാമൂഹ്യ ദ്രോഹി ചെയ്ത കുറ്റങ്ങൾ. ഇട്ടിരിക്കുന്ന കാക്കിയുടെ നീതി പുലർത്താൻ എനിക്ക് കിട്ടിയ അവസരം നീ പാഴാക്കരുത്.
നിയമം കയ്യിലെടുക്കരുത്. മൊറൈസിനെ പോലീസിന് വിട്ടു തരണം. ഇല്ല. ഗൗതം, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമത്തിന് കീഴടങ്ങാൻ പോവുക. കോടതി ഇരുന്ന ഏത് ശിക്ഷയും ഞാൻ അനുഭവിച്ചോളാം. എന്നെ ശിക്ഷിക്കുന്നത് നിനക്ക് സന്തോഷമല്ലേടാ ഗൗതം? സൂര്യന് താഴെ എന്തും വില കൊടുത്ത് വാങ്ങുന്ന നിന്നെ ഞാൻ വെറുതെ വിടണമല്ലേ? ഞാൻ ചത്തി ചെല്ലുമ്പോ എന്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും കാഴ്ചവെക്കാൻ നിന്റെ ഉയിർ കൂടി വേണം എന്റെ കൂടെ.